ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസഹ്. കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ്. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്. യഹ്സബു അന്ന മാലഹു അഖ്ലദഹ്. അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമഹ്. നിസ്സംശയം അവൻ ഹുത്വമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. വമാ അദ്റാക മൽ ഹുതമഹ്. ഹുത്വമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? നാറുല്ലാഹിൽ മൂഖദഹ്. അത് അല്ലാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. അല്ലതീ തത്ലഉ അലൽ അഫ്ഇദഹ്. ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ. ഇന്നഹാ അലൈഹിം മുഅ്സദഹ്. തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും. ഫീ അമദിൻ മുമദ്ദദഹ്. നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്. അല്ലാഹു വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇനി മിമ്പറിൽ നമ്മൾ സംസാരിക്കുന്നത് അഹ്ലുൽ ബൈത്ത് അഥവാ നബി കുടുംബം, അവർക്കുള്ള ബഹുമാനവും അവർക്കുള്ള ആദരവും ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന വിഷയം. നബി കുടുംബത്തിന്റെ പേരിൽ പലവിധ വാദങ്ങളും പലവിധ പ്രകടനങ്ങളും പലവിധ ജൽപ്പനങ്ങളും അതേപോലെ ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, വ്യാജമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് അഹ്ലുൽ ബൈത്ത്? അഹ്ലുൽ ബൈത്ത് അവർക്കുള്ള സ്ഥാനമാനങ്ങൾ എന്തെല്ലാമാണ്? അഹ്ലുൽ ബൈത്തിന്, നബി കുടുംബത്തിന് നമ്മളിൽ നിന്നുള്ള അവകാശങ്ങൾ, ഹുഖൂഖുകൾ അതെന്തെല്ലാമാണ്? നബി കുടുംബത്തിന്റെ പേരിൽ ചിലർ ഇന്ന് ചില പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രസ്തുത പ്രകടനങ്ങളുടെ വസ്തുത എന്താണ്? ഇതൊക്കെ ഇതിൽ വിഷയീഭവിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമുക്ക് ഈ സമയം അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്.
അഹ്ലുൽ ബൈത്ത് അല്ലെങ്കിൽ ആലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകാത്തിനെ കുറിച്ച്, സദഖയെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ഇന്ന സദഖത ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. സദഖ അതുകൊണ്ട് ഉദ്ദേശം സകാത്താണ്. ഇത് മുഹമ്മദിനോ മുഹമ്മദിന്റെ കുടുംബത്തിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും സദഖ അനുവദനീയമല്ല എന്ന് പറയുകയുണ്ടായി. ഈ തിരുമൊഴിയിൽ നിന്നാണ് പണ്ഡിതന്മാർ ആരാണ് അഹ്ലുൽ ബൈത്ത്, ആരാണ് ആലുൽ ബൈത്ത് എന്നതിന്റെ നിർവചനം പിടിച്ചെടുത്തത്. അപ്പൊ ആരാണ് അഹ്ലുൽ ബൈത്ത്? സകാത്ത് മുതൽ ഹറാമായവർ, അനനുവദനീയമായവർ ആരാണോ അവരാകുന്നു അഹ്ലുൽ ബൈത്ത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഖാലിദ് ഇബ്നു സഈദ് ഒരിക്കൽ സകാത്ത് മുതലിൽ നിന്ന് ഒരു പശുവിനെ കൊടുത്തയക്കുകയുണ്ടായി. സകാത്തുകൾ വന്നുകൂടിയപ്പോൾ അതിൽ നിന്നൊരു പശുവിനെയാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹക്ക് ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചത്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ അത് സ്വീകരിച്ചില്ല. ഫറദ്ദത്ഹാ എന്നാണ് ഇബ്നു അബീ മുലൈക്കയിൽ നിന്നുള്ള റിവായത്തിൽ. ആ പശുവിനെ ഉമ്മുൽ മുഅ്മിനീൻ തിരിച്ചു കൊടുത്തയച്ചു. എന്നിട്ട് അവർ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഇന്ന ആലു മുഹമ്മദ്, ഞങ്ങൾ ആലു മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, നബി കുടുംബമാണ്. ലാ തഹില്ലു ലന സദഖ, സകാത്ത് സദഖ എന്ന് പറഞ്ഞാൽ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, സകാത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. സകാത്ത് ഞങ്ങൾക്ക് അനുവദനീയമല്ല എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരടക്കമുള്ള അഹ്ലുൽ ബൈത്ത് അല്ലെങ്കിൽ ആലുൽ ബൈത്ത് അവർ ആരാണ്? അവർ സകാത്ത് നിഷിദ്ധമായവർ ആരാണ്? അവരാണ്. അവരുടെ വിവരണം ഒന്നുകൂടി നമ്മൾ കണക്കിലെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. നബിയുടെ ദുർരിയത്ത്, സന്താന പരമ്പര, അത് നബി കുടുംബത്തിൽപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളിൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽപ്പെട്ട എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിമത്തുകളും അവർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം ബനുൽ മുത്തലിബും ബനു ഹാഷിമുമാണ്. അബ്ദുൽ മുത്തലിബിന്റെ പിതാവായ അബ്ദു മനാഫിന് 4 മക്കളായിരുന്നു. മുത്തലിബ്, ഹാഷിമ്, നൗഫല്, അബ്ദു ഷംസ്. അബ്ദു മനാഫിന്റെ 4 മക്കൾ. ഇതിൽ നൗഫലും അബ്ദു ഷംസും നബി കുടുംബത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നബി കുടുംബത്തിൽ എണ്ണിയിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫൈസത്തിന്റെ ഖുംസ് വിതരണം ചെയ്തപ്പോൾ അതിൽ ഈ 2 കുടുംബക്കാരെയും, അഥവാ അബ്ദു ഷംസിന്റെ മക്കളെയും നൗഫലിന്റെ മക്കളെയും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ മുത്തലിബിന്റെ മക്കൾക്കും ഹാഷിമിന്റെ മക്കൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫൈസത്തിന്റെ വിഹിതം നൽകിയിട്ടുണ്ട്. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിൽ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് അഹ്ലുൽ ബൈത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുർരിയത്ത്, സന്തതികൾ, ബനുൽ മുത്തലിബ്, അതേപോലെ ബനു ഹാഷിം, ഇവരാകുന്നു നബി കുടുംബം. ഈ ബനുൽ മുത്തലിബ്, ബനു ഹാഷിം എന്ന് പറയുമ്പോൾ അവരിൽ വിശ്വാസികൾ ആരാണോ അവരാണ് പരിഗണനീയം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ബത്ത
ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ ബത്തഅ ബിഹി അമലുഹു, ഒരാളുടെ അമൽ ഒരാളെ സാവകാശത്തിലാക്കിയാൽ ലം യുസ്രി ബിഹി നസബുഹു, തറവാട് അയാളെ മുന്തിപ്പിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ? നബി കുടുംബമാണ് എന്ന് പറഞ്ഞ ഒരാൾ ദീൻ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ, അയാൾ വിശ്വാസവും കർമ്മവും തനിക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അതുകൊണ്ട് കേവലം കുടുംബം ഒരാളെ മുന്തിപ്പിക്കുകയില്ല, സ്വർഗത്തിലേക്കും പുണ്യത്തിലേക്കും എത്തിക്കുകയുമില്ല. അപ്പോ വിശ്വാസികൾ ആരാണോ നബി കുടുംബത്തിൽ ബനുൽ മുത്തലിബിലും ബനു ഹാഷിമിലും പെട്ടവർ, അവരെല്ലാവരും അഹ്ലുൽ ബൈത്തിൽ പെടുന്നവരാണ്. ഉദാഹരണത്തിന് ഇപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ, അബ്ബാസിന്റെ മക്കൾ, അതേപോലെ ജാഫറിന്റെ മക്കൾ, അഖീലിന്റെ മക്കൾ, ഇങ്ങനെ അബൂ താലിബിന്റെ സന്താനങ്ങളിൽ ഉമ്മു ഹാനിയെ പോലുള്ള മഹദികൾ, ഇവരൊക്കെ എന്താണ്? ഇസ്ലാം സ്വീകരിച്ചവരാണ്, വിശ്വാസം ഉൾക്കൊണ്ടവരാണ്. അപ്പൊ അവരൊക്കെ നബി കുടുംബത്തിൽ എണ്ണപ്പെടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ നബി കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നതിന്റെ തെളിവ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാതൻ, ഒരു ദിവസം റസൂലുള്ള പ്രഭാതത്തിൽ പുറപ്പെട്ടു. വഅലൈഹി മിർത്തുൻ മുറഹലുൻ മിൻ ശാരിൻ അസ്വദ്, കറുത്ത രോമത്തിന്റെ ഒരു പുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേത്തുണ്ടായിരുന്നു. ഫജാഅ അൽ ഹസൻ ഇബ്നു അലി ഫഅദ്ഖലഹു, അലിയാരുടെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുമ വന്നു. റസൂലുള്ള ആ പുതപ്പിലേക്ക് ഹസനെ ചേർത്ത് പിടിച്ചു. സുമ്മ ജാഅ അൽ ഹുസൈൻ ഫദഖല മഅഹു, പിന്നീട് ഹുസൈൻ വന്നു. ഹുസൈനും ഹസനോടൊപ്പം ആ പുതപ്പിലേക്ക് കയറി. സുമ്മ ജാഅത് ഫാത്തിമത്തു, പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു. ഫഅദ്ഖലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുതപ്പിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും പ്രവേശിപ്പിച്ചു. സുമ്മ ജാഅ അലിയുൻ, പിന്നീട് അലി വന്നു. ഫഅദ്ഖലഹു, അപ്പോൾ അലി ആരെയും ആ പുതപ്പിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ തിരുനബി ധരിച്ച ആ രോമപുതപ്പിൽ 4 പേർ അംഗങ്ങളായി: അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുൽ ജമീഅ, ഇവരെല്ലാവരും കടന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞു: സുമ്മ ഖാൽ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറുകും തത്ഹീറ. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് അഹ്ലൽ ബൈത്ത്, നബി കുടുംബമേ, നിങ്ങളിൽ നിന്ന് മാലിന്യത്തെ പോക്കുവാൻ, റിജിസിനെ, നജസിനെ പോക്കുവാൻ, ഒഴിവാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. നബി കുടുംബമേ, വയുതഹിറുകും തത്ഹീറ, നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുവാനും. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ കുറിച്ചും ഹസൻ, ഹുസൈൻ എന്നിവരെ കുറിച്ചും അലിയാരെ കുറിച്ചും അഹ്ലുൽ ബൈത്ത് എന്ന് പ്രയോഗിക്കുകയുണ്ടായി. അതിന്റെ അർത്ഥം ഇവർ മാത്രമാണ് അഹ്ലുൽ ബൈത്ത് എന്നുള്ളതല്ല. അഹ്ലുൽ ബൈത്തിൽ പ്രഥമ പരിഗണനയിൽ ഉള്ളവരിൽപ്പെട്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമ, മരുമകൻ അലി, ഫാത്തിമയുടെ സന്താനങ്ങൾ ഹസൻ, ഹുസൈൻ എന്നിവർ. അവർ മാത്രമേ അതിൽ ഉൾപ്പെടൂ എന്ന് ചിലർ ജൽപ്പിക്കാറുണ്ട്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെയൊക്കെ അഹ്ലുൽ ബൈത്തിൽ നിന്നും ആലിൽ ബൈത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. വിശിഷ്യ ഷിയാക്കളുടെ രോഗം ബാധിച്ച എഴുത്തുകാരാണ് അപ്പടി ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഷിയാക്കളാണ് ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ അഹ്ലുൽ ബൈത്തിൽ പ്രഥമ പരിഗണന അർഹിക്കുന്നവരിൽപ്പെട്ടവരാണ് എന്നതാണ് നേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ അല്ലാതെ തന്നെ, ഞാൻ പറഞ്ഞില്ല, ബനുൽ മുത്തലിബിലും ബനു ഹാഷിമിലും പെട്ട മെമ്പർമാരെ അഹ്ലുൽ ബൈത്തിൽ എണ്ണിയിട്ടുണ്ട്. അതിന്റെ ചരിത്രം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയായ അൽ ഹാരിസിന്റെ മകൻ റബീഅത്തിന് അബ്ദുൽ മുത്തലിബ് എന്നൊരു മകനുണ്ടായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബ്ദുല്ലാഹിയുടെ സഹോദരൻ അൽ ഹാരിസ്. അബ്ദുൽ മുത്തലിബിന് സമുറ എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായ മകനാണ് അൽ ഹാരിസ്.
ഈ ഹാരിസിന് റബീഅത്ത് എന്ന് പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. റബിയയുടെ മകനാണ് അബ്ദുൽ മുത്തലിബ്. വല്യാപ്പാന്റെ പേര് പേരക്കുട്ടിക്ക്. അങ്ങനെ ഈ അബ്ദുൽ മുത്തലിബും ഫദ്ൽ ഇബ്നു അബ്ബാസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബ്ബാസ് റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ, അതിന്റെ മകനാണ് ഫദ്ൽ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ സഹോദരൻ. ഫദ്ൽ, കുസും, അബ്ദുള്ള ഇവരൊക്കെ സഹോദരങ്ങളാണ്. അങ്ങനെ ഫദ്ലും അബ്ദുൽ മുത്തലിബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്തിന്? ഹദീസിന്റെ ലഫ്ദിലുള്ളത് ഇപ്രകാരമാണ്: അൻ യുവല്ലിയഹുമാ അല സദഖതി ലിയുസീബ മിനൽ മാലി മാ യതസവ്വജാനി ബിഹി. അബ്ദുൽ മുത്തലിബും ഫദ്ലും വന്നത് റസൂലുള്ളാഹി അവരെ സക്കാത്ത് മുതൽ ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്താനാണ്. സക്കാത്ത് ശേഖരിക്കുന്ന ജോലിയിൽ ഇവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പെടുത്താനാണ് അവർ രണ്ടാളും വന്നത്. എന്തിനാണെന്നറിയോ സക്കാത്ത് ജോലിയിൽ ചെയ്യുന്നത്? അവർ രണ്ടുപേർക്കും കല്യാണം കഴിക്കുവാനുള്ള സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫദ്ൽ കല്യാണം കഴിച്ചിട്ടില്ല, അബ്ദുൽ മുത്തലിബും കല്യാണം കഴിച്ചില്ല. കാരണം കാശില്ല, മഹർ കൊടുക്കണം, അതിന് കാശില്ല. അപ്പൊ കാശ് കിട്ടാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? സക്കാത്ത് പിരിക്കാൻ പോകുക. എന്നാൽ സക്കാത്തിന്റെ അവകാശികളിൽ ഒരു കൂട്ടരാരാണ്? സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവർ, അവർക്കും സക്കാത്തിന്റെ വിഹിതമുണ്ട്. അത് കിട്ടാനാണ് ഫദ്ലും അബ്ദുൽ മുത്തലിബും റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറഞ്ഞത്. അപ്പോൾ ഫഖാല ലഹുമാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന സദഖത ലാ തൻബഗി ലിആലി മുഹമ്മദിൻ ഇന്നമാ ഹിയ ഔസാഖുൻ നാസ്. ഇന്ന സദഖ, നിശ്ചയം സക്കാത്ത്, ലാ തൻബഗി ലിആലി മുഹമ്മദിൻ, അത് ആലി മുഹമ്മദിന് ഭൂഷണമല്ല, പാടുള്ളതല്ല. ഇന്നമാ ഹിയ ഔസാഖുൻ നാസ്, അത് ജനങ്ങളുടെ സ്വത്തിൽ വസ്ഖാൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ ഭാഗമാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നബി കുടുംബത്തിന് പാടില്ല എന്ന് പറഞ്ഞ് ഫദ്ലിനെയും അബ്ദുൽ മുത്തലിബിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജോലിയിൽ നിന്ന് തടഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ആലുൽ ബൈത്ത്, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഫാത്തിമയിലോ അലിയാരിലോ ഹസൻ ഹുസൈൻ എന്നീ 4 മെമ്പന്മാരിൽ പരിമിതപ്പെട്ടതല്ല. അല്ലെങ്കിൽ അലിയാരുടെ ഇതര മക്കൾ, അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമയിലല്ലാതെ തന്നെ ഉള്ള മക്കൾ 16 ആൺമക്കളും 18 പെൺമക്കളും ഉണ്ട് അലിയാരെ സംബന്ധിച്ചിടത്തോളം. ആ മക്കളിൽ മാത്രമല്ല അഹ്ലുൽ ബൈത്തും ആലുൽ ബൈത്തും പരിമിതപ്പെടുന്നത്. പിന്നെയോ അതിന്റെ വൃത്തം വിശാലമാണ്. എന്നാൽ ഈ ഹദീസ് വെച്ച് ഇമാം മുസ്ലിമിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുറപ്പിലേക്ക് 4 പേരെ ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നമാ യുരീദുല്ലാഹു അൻ യുദീഹിബ അൻകുമുർ റിജ്സ അലൽ ബൈത്ത് എന്ന് പറഞ്ഞ ആ വചനം വെച്ച് ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിശിഷ്യ നബി കുടുംബത്തിന് പുറത്തു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിന് പിൻബലമില്ല, പ്രമാണത്തിന്റെ ബലമില്ല എന്ന് നമ്മൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ദുആ പലതും നമ്മൾ കേൾക്കാറുണ്ട്. എന്താ തിരുനബി ദുആ ചെയ്തത്? അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത. റസൂലുള്ളാഹിന്റെ ദുആയാണ്. അല്ലാഹുവേ, നീ ആലി മുഹമ്മദിന്റെ, നബി കുടുംബത്തിന്റെ ഉപജീവനം കൂത്താക്കണമേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു. ദാ കൂത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് അടക്കുന്നതും യാചനയെ ചെറുക്കുന്നതും. ഇവിടെ ആലു മുഹമ്മദിന്റേതാണ്, മുഹമ്മദിന്റെ കുടുംബത്തിന്റേതാണ്. അവിടെ ഉദ്ദേശം ആരാ? പ്രഥമമായും പ്രധാനമായും ഉദ്ദേശം റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ് ആലു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ പറയും, അല്ലാഹുമ്മ ഹാദാ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. അല്ലാഹുവേ, ഇത് മുഹമ്മദിൽ നിന്നാണ് ഈ ഉദ്ഹിയ്യ ബലിമൃഗം. വ ആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബത്തിനെ തൊട്ട്, നബി കുടുംബത്തെ തൊട്ടുമാണ് എന്ന് പറയും. ആർക്ക് വേണ്ടി റസൂലുള്ളാഹി ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നത്? തിരുനബിക്കും നബി കുടുംബത്തിലെ മെമ്പർമാർക്കും. അതിൽ പ്രഥമമായും പ്രധാനമായും പെടുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. ഇതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ ശബിഅ ആലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സി ബുർ. റസൂലുള്ളാഹിന്റെ ആൽ, കുടുംബം, ഗോതമ്പ് റൊട്ടി വയറു നിറയെ കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി ഹിജ്റ വന്നതിൽ പിന്നെ റസൂലുള്ളാഹിന്റെ കുടുംബം വയറു നിറച്ച് ഗോതമ്പ് റൊട്ടി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാ ആലു റസൂലില്ല അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഭാര്യമാരാണ്. അപ്പോ ആല് മുഹമ്മദ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൽ അഹൽ കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഹസനും ഹുസൈനും ഫാത്തിമയും അലിയും റളിയല്ലാഹു അൻഹുൽ ജമീഅ ഉൾപ്പെടുന്നത് പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും ഉൾപ്പെടും എണ്ണപ്പെടും എന്നത് നമ്മൾ ഇവിടെ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആരാണ് നബി കുടുംബം? നബി കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുർരിയത്താണ്, സന്താന പരമ്പരയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്വാജ് ഭാര്യമാരാണ്. അതേപോലെ ബനു ഹാഷിമിൽ വിശ്വാസികളാണ്, ബനുൽ മുത്തലിബിലും ഉള്ള വിശ്വാസികളാണ്. അവർ ധാരാളം ആളുകളാണ്. ബനു ഹാഷിമിലും ബനു മുത്തലിബിലുമുള്ള ഇസ്ലാം സ്വീകരിച്ചതായ മെമ്പർമാർ. അതുകൊണ്ട് തന്നെ അവരുടെ നാമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളത് പ്രയാസകരമാണ്. ഇവിടെ നമ്മുടെ വിഷയം അഹ്ലുൽ ബൈത്ത്, അവർക്കുള്ള ആദരവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് നമ്മളിൽ നിന്നുള്ള അവകാശങ്ങൾ, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പിന്നെ അഹ്ലുൽ ബൈത്തിന്റെ പേരിൽ നെഞ്ഞത്തടിക്കുന്ന, ആർത്തു വിളിക്കുന്ന, വിലപിക്കുന്ന, അട്ടഹസിക്കുന്ന ചില കപടമുഖങ്ങൾ ദുനിയാവിലുണ്ട്. അവരാരാണ് എന്നും അവരുടെ നിലപാടിന്റെ യാഥാർത്ഥ്യം അതെന്ത് എന്നും നമ്മൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക് ഇൻ കുൻതുന്ന തുരീദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീല വഇൻ കുൻതുന്ന تريدن الله ورسوله والدار الآخرة فإن الله أعد للمحصنات منكن أجرا عظيما يا نساء النبي من يأتي منكن بفاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا ومن يقنت منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطيعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പത്നിമാരെ വിളിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തിരുനബിയുടെ ഭാര്യമാരാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഉണർത്താൻ പറഞ്ഞതായ വചനങ്ങളാണ് നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായത്. ഇതിൽ യാ അയ്യുഹൻ നബി, പ്രവാചകരെ, കുല്ലി അസ്വാജിക്, നിങ്ങൾ നിങ്ങളുടെ ഇണകളോട്, ഭാര്യമാരോട് പറയുക എന്ന് പറഞ്ഞാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും നിർദ്ദേശങ്ങൾ നൽകുന്നത്. അവർക്ക് ദുനിയാവ് അതിലെ അലങ്കാരങ്ങളുമാണ് വേണ്ടത് എങ്കിൽ അവരെ വിളിക്കൂ, അവരെ തലാഖ് ചൊല്ലിയിട്ട് അവർക്ക് മത്തായ നൽകിയിട്ട് അവരെ ഈ ഭൗതിക ലോകത്തെ സുഖ ജീവിതത്തിന് വേണ്ടിയിട്ട് വിടാം. അതല്ല അള്ളാഹുവിന്റെ ആഖിറത്തിലുള്ള ജീവിതവുമാണ്, സ്വർഗ ജീവിതവുമാണ് വേണ്ടത് എങ്കിൽ സുഹൃതം ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യമാരെ ഉപദേശിക്കാൻ പറയാണ്. എന്നിട്ട് തുടർത്തുകയാണ്, യാ നിസാ അൻ-നബി വമൻ യഖ്നത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സാലിഹൻ, അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടായാൽ, വതഅമൽ സാലിഹൻ, സുഹൃതം അനുഷ്ഠിച്ച് ജീവിക്കുന്ന അവസ്ഥ പ്രവാചക പത്നിമാർക്കുണ്ട് എങ്കിൽ, നുഅ്തിഹ അജ്റഹ മർറതൈൻ, അവരുടെ പ്രതിഫലം അവർക്ക് 2 തവണയായി ഇരട്ടിയായിട്ട് നാം നൽകുന്നതാണ്. വഅതദ്നാ ലഹാ റിസ്കൻ കരീമ, മാന്യമായ ഉപജീവനം നാം അവർക്ക് ഒരുക്കുന്നതാണ്. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ വിളിച്ചുള്ള അല്ലാഹുവിന്റെ ഉണർത്തലുകളാണ്. പിന്നെ പറയാണ്, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, പ്രവാചക പത്നിമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. അവരോട് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറയാണ്. അതേപോലെ തന്നെ സംസാരത്തിൽ മറ്റുള്ളവരെ വശീകരിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് പറയുകയാണ്. കാരണം ഹൃദയത്തിൽ രോഗമുള്ള കപടവിശ്വാസികൾ
പ്രവാചക പത്നിമാരുടെ വിഷയത്തിൽ ആഗ്രഹം വെച്ച് പുലർത്തുമെന്ന് ഉണർത്തുകയാണ്. വഖുൽന ഖൗലൻ മഅറൂഫ, പ്രവാചക പത്നിമാരെ നിങ്ങൾ നല്ല വാക്കുകൾ പറയണം എന്ന് അല്ലാഹു അവരോട് പറയുകയാണ്. എന്നിട്ട് പറയണം വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ആദ്യകാലത്തെ അജ്ഞാതകാലത്ത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ അലങ്കാര പ്രദർശനം നടത്തിയുള്ള ആ പ്രകടനങ്ങൾ നിങ്ങൾ നടത്തരുത്. പിന്നെയോ വഅഖിംന സ്വലാ, നിങ്ങൾ നമസ്കാരം നേരെ ചൊവ്വെ നിലനിർത്തുക. വഅതീന സകാത്ത് നൽകുക. വഅതീന അല്ലാഹ വറസൂല, അല്ലാഹുവെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. എന്നിട്ട് അല്ലാഹു തുടർത്തി പറയണം വഅതീന അല്ലാഹ വറസൂലഹു, അല്ലാഹുവെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്, നബി കുടുംബമേ നിങ്ങളിൽ നിന്ന് മാലിന്യത്തെ പോക്കിക്കളയുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. വയുതഹിറുകും തത്ഹീറ, നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. തുടർത്തി അല്ലാഹു പറയുന്നത് വസ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുൻ മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, നിങ്ങളുടെ ഭവനങ്ങളിൽ അല്ലാഹുവിന്റെ വചനങ്ങൾ സ്മരിക്കപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ സുന്നത്ത് സ്മരിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുക. ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ നബി കുടുംബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്യ സ്ഥാനവും അവരുടെ ആദരവുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അവരിൽ നിന്ന് റിജ്സിനെ പോക്കിക്കളയുവാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരിശുദ്ധപ്പെടുത്താനും ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ഉണർത്തിക്കൊണ്ടുള്ളതായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പൊ അഹ്ലുൽ ബൈത്തിൽ ഭാര്യമാർ ഉൾപ്പെട്ടു. ഈ വചനം ആ ഭാര്യമാരുടെ മഹത്വം അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു വഅസ്വാജുഹു ഉമ്മഹാതുഹും വഅസ്വാജുഹു അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അവരോട് ഏറ്റവും കടപ്പെട്ടവരാണ്, ബാധ്യതപ്പെട്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഅസ്വാജുഹു, പ്രവാചക പത്നിമാർ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഉമ്മഹാതുഹും, വിശ്വാസികളുടെ മാതാക്കളാണ്. അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ മുതൽ ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹ വരെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ, ഭാര്യമാർ, അവർ നമ്മുടെ മാതാക്കളാണ്. അപ്പൊ മാതാക്കൾക്കുള്ള ആദരവും ബഹുമാനവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ പ്രവാചക പത്നിമാർക്കുണ്ട്. അത് അവരുടെ മഹത്വമാണ് നമ്മളെ അറിയിക്കുന്നത്. ഇതേപോലെ നബി കുടുംബത്തിന്റെ മഹത്വം അറിയിക്കുന്ന വചനങ്ങൾ ധാരാളം വേറെയുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ വാസിലത്ത് ബിനുൽ അസ്ഖയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ, ഇസ്മാഈലിന്റെ സന്തതികളിൽ നിന്ന് അല്ലാഹു കിനാനയെ തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയുടെ സന്താനങ്ങളിൽ നിന്ന് അല്ലാഹു ഖുറൈശിനെ തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് അല്ലാഹു ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു നബി കുടുംബത്തിൽ പെട്ടവരാണ് ആര്? ബനു ഹാഷിം, ഹാഷിമിന്റെ മക്കൾ, അവരുടെ വിശ്വാസികൾ. അള്ളാഹു അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ ബനു ഹാഷിമിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് ബനു ഹാഷിമിന്റെ മഹത്വം അത് നമ്മളെ അറിയിക്കുന്നു ഈ ഒരു വചനം. ഇതേപോലെ ഇമാം മുസ്ലിം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ലമ്മാ നസലത് ഹാദിഹിൽ ആയ ഫഖുൽ തആലൂ നദഉ അബ്നാഅനാ വഅബ്നാഅകും വനിസാഅനാ വനിസാഅകും തുടങ്ങിയ സൂറത്ത് ആലി ഇംറാനിലെ മുബാഹലയുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തിറങ്ങിയപ്പോൾ, അഥവാ നസ്രാനിലെ ക്രൈസ്തവർ മദീനയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായിട്ടുള്ള മുബാഹല നടത്താൻ ഉദ്ദേശിച്ചല്ല. ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിക്കൂ, സ്ത്രീകളെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മുബാഹലക്ക് വിളിച്ചപ്പോൾ ആ വിഷയത്തിൽ ആയത്തിറങ്ങിയപ്പോൾ എന്താ സഹോദരൻ റളിയല്ലാഹു അൻഹു പറയുന്നത്? ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ആരെ? അലിയൻ, അലിയെയും, വഫാത്തിമത, ഫാത്തിമയെയും, വഹസനൻ വഹുസൈനൻ, ഹസൻ ഹുസൈൻ എന്നിവരെയും. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈതി, അല്ലാഹുവേ ഇവർ എന്റെ അഹ്ലുൽ ബൈത്താണ്,
ഇവർ നബി കുടുംബമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഫാത്തിമയുടെ, അലിയുടെ, ഹസൻ ഹുസൈൻ എന്നിവരുടെ വിഷയത്തിൽ തിരുനബി പ്രത്യേകം പറഞ്ഞു അവർ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവരെ മാത്രമാണ് അഹ്ലു ബൈത്ത് എന്നല്ല, പിന്നെ അവർ അഹ്ലു ബൈത്തിൽ പ്രഥമ പരിഗണന അർഹിക്കുന്നവരിൽ പെട്ടവരാണ് എന്നതാണ് അതിന്റെ താല്പര്യം. ഇതേപോലെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫീനാ ഖതീബൻ ബിമാഇൻ യുദാ ഖുമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ, ഹജ്ജത്തുൽ വദാഇൽ നിന്ന് മടങ്ങുമ്പോൾ റസൂലുള്ള ഒരു ഖതീബായി നിന്ന് പ്രസംഗിച്ചതാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്നത്. അതായത് ഈ പ്രസംഗം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കാലം ഇവിടെ ജീവിച്ചിട്ടില്ല. ഹജ്ജത്തുൽ വദാഇന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജിന്റെ ശേഷിക്കുന്ന നാളുകളും മുഹറവും സഫറും റബീഉൽ അവ്വൽ 12-നാണ് മരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ നിർവഹിച്ച ഖുത്ബയാണ്. ഗദീർ ഖും എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ഈ പ്രസംഗം. അവിടെ തടാകം ഉണ്ടായിരുന്നു, ആ തടാകത്തിനരികിൽ വെച്ച്. അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഹംദ് ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അമ്മാ ബഅദ് അലാ അയ്യുഹൻ നാസ് ഫഇന്നമാ അന ബശറുൻ യൂശികു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ്. ജനങ്ങളെ, ഞാനൊരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ റസൂൽ അഥവാ മലക്കുൽ മൗത്ത് എന്റെ അടുക്കലേക്ക് വരാൻ സമയം അടുത്തിരിക്കുന്നു. ഫഉജീബ്, അപ്പൊ എനിക്ക് അള്ളാഹുവിന്റെ വിളിക്ക്, മലക്കുൽ മൗത്തിന്റെ ക്ഷണത്തിന് ഉത്തരമേകാൻ അതിനൊരു സമയമായിരിക്കുന്നു. ഭാരിച്ച 2 ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേക്കുന്നു. എന്നിട്ട് എന്താ ഭാരിച്ച 2 ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞത്? അവ്വലുഹുമ, അതിൽ ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്. ഫീഹിൽ ഹുദാ വന്നൂർ, വിശുദ്ധ ഖുർആനിൽ സന്മാർഗമുണ്ട്, പ്രകാശമുണ്ട്. ഫഖുദൂ ബി കിതാബില്ലാഹ് വസ്തംസകൂ ബിഹി, അള്ളാഹുവിന്റെ കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ഫഹസ്സ അലാ കിതാബില്ലാഹ് വറഗബ ഫീഹി, അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. സുമ്മ ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തം പറഞ്ഞത് വ അഹ്ലു ബൈത്തി, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു പോകുന്ന രണ്ടാമത്തെ ബാധ്യത അത് അഹ്ലുൽ ബൈത്താണ്, എന്റെ കുടുംബമാണ്. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു, നിങ്ങളെ ഉണർത്തുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ആവർത്തിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിന്റെ വിഷയത്തിൽ. അപ്പോ അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് മാനിക്കേണ്ടതുണ്ട്. അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് അവരുടെ മാന്യതയ്ക്ക് നിരക്കാത്തതൊന്നുമേ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടുള്ളതല്ല. അഹ്ലുൽ ബൈത്തിനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി തർബിയത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തി അവരിൽ ഉണ്ടാകുവാൻ വേണ്ടി ദുആ ഇരക്കേണ്ടതുണ്ട്. അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ കാട് കയറിയവരുണ്ട്. അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ ശുഷ്ക സമീപനം സ്വീകരിച്ചവരുണ്ട്, ഖവാരിജുകൾ. അഹ്ലുൽ ബൈത്തിലേക്ക് പലരും വ്യാജമായി തങ്ങളെ ചേർത്ത് അഹ്ലുൽ ബൈത്തിന്റെ പേര് കെടുത്തിയവരുണ്ട്. നബി കുടുംബത്തിൽ പെടാത്തവർ നബി കുടുംബാണെന്ന് ജൽപ്പിക്കുക, പറയുമ്പോൾ അവരിൽ നബി കുടുംബത്തിന് ഉണ്ടാകേണ്ട ലക്ഷണങ്ങളൊന്നും ഈമാനായും സൽപ്രവൃത്തിയായിട്ടും ഉണ്ടാവുകയില്ല. ഇത് ഞങ്ങൾ നബി കുടുംബമാണെന്ന് പറയുക, ഇതൊക്കെ നബി കുടുംബത്തോട് പാടില്ലാത്തതായ സമീപനങ്ങളാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട സമീപനം എന്താണ്? സലഫ് സാലിഹ്യങ്ങളെ ഉദ്ധരിച്ച ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഇപ്രകാരമാണ്. എന്താ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തത് പിന്നെ പറഞ്ഞത്? ഉർഖബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വസിയ്യത്ത്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഉർഖബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്, യുഖാതിബു ബിദാലിക അന്നാസ വയൂസിഹിം ബിഹി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് ജനങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്താ? ഇഹ്ഫളൂഹു ഫീഹിം ഫലാ തുഉദൂഹും വലാ തുസീഉ ഇലൈഹിം. നബി കുടുംബത്തിന്റെ വിഷയത്തിൽ
റസൂലുള്ളാഹിനെ സൂക്ഷിക്കണം. ഫലാ തുഊഹും, നബി കുടുംബത്തെ ഉപദ്രവിക്കരുത്. വലാ തുസീഉ ഇലൈഹിം, അവരോട് മോശമായി പെരുമാറരുത്. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വസിയത്ത്. ഇമാം ബുഖാരി തന്നെ ഉഖ്ബത്ത് ഇബ്നുൽ ഹാരിസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉഖ്ബ പറയുകയാണ്, സല്ലല്ലാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അൽ അസ്ർ, ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കരിച്ചു. സുമ്മ ഖറജ യംശി, അസ്ർ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ഫറഅൽ ഹസൻ യൽഅബു മഅ സിബിയാൻ, അപ്പോൾ നടക്കുമ്പോ ഹസൻ റളിയല്ലാഹു തആല അൻഹു കുട്ടികളോടൊപ്പം കളിക്കുകയാണ്. ഫഹമലഹു അലാ ആതിഖിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹസൻ എന്ന കുട്ടിയെ തന്റെ ചുമലിൽ വഹിക്കുകയുണ്ടായി. വഖാല ബിഅബി ശബീഹും മിൻ നബി ലാ ശബീഹും ബിഅലി, തമാശയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹസന്റെ ചുമലിൽ എടുത്തു വെച്ചിട്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഷബീഹ്, സാദൃശ്യം ഈ കുട്ടിക്ക്, അലിയാരോടല്ല എന്ന് പറഞ്ഞു. ഇത് അലി കേൾക്കുന്നുണ്ടായിരുന്നു. റിപ്പോർട്ടിലുള്ളത് വഅലിയു യദ്ഹക്, ഇത് കേൾക്കുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോ ഹസന്റെ ചേലും സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്തതായിരുന്നു. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്നത്. ഈ കുട്ടിക്ക് നബിയോടാണ് ചേല് കൂടുതൽ, അലിയാരോടല്ല. അതാണ് അലി റളിയല്ലാഹു തആല എന്നെ ചിരിപ്പിക്കുകയുണ്ടായത് എന്നാണ്. ഇതേപോലെ ഉമർ റളിയല്ലാഹു തആലയുടെ വിഷയത്തിൽ, നബി കുടുംബത്തിന്റെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആലയുടെ സമീപനത്തെ അറിയിക്കുന്ന സംഭവം കാണാൻ സാധിക്കും. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ വരൾച്ച ഉണ്ടായി, മഴയ്ക്ക് ക്ഷാമം, വരൾച്ച വറുതി കൂടി. അപ്പൊ എന്താ ഉമർ റളിയല്ലാഹു തആല ചെയ്തത്? ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുവാനും ദുആ ചെയ്യുവാനും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഉമർ പറഞ്ഞതെന്താ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നത്. ഉമർ ദുആ ചെയ്യാണ് അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഞങ്ങൾ ഇതാ ഞങ്ങളുടെ പ്രവാചകന്റെ അമ്മായ പിതൃ സഹോദരനായ അബ്ബാസിനെ കൊണ്ട് നിന്നിലേക്ക് വസീല തേടുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മിനെ തെരഞ്ഞെടുത്ത് ആ അമ്മിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ആര് ചെയ്യുന്നത്? ഉമർ ചെയ്യുന്നത്. ഇതെന്താ അറിയിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യൽ അനുവദനീയമാണ് എന്നത് അറിയിക്കുന്നതോടൊപ്പം ഉമർ റളിയല്ലാഹു തആല ആ പുരുഷാരത്തിൽ തെരഞ്ഞെടുത്തത് ആരെയാണ്? നബി കുടുംബത്തിലെ മെമ്പറെയാണ്. കാരണം നബി കുടുംബത്തിലെ മെമ്പർമാർക്ക് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല എന്നെപ്പോലുള്ളതായ മഹത്തുക്കളുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നത് ഈ തെരഞ്ഞെടുക്കലിനെ പുരസ്കരിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അബ്ബാസ് ഇസ്ലാം സ്വീകരിച്ച് ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ഒരു വചനം ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അബ്ബാസിനെ നോക്കിയിട്ട് ഉമർ പറഞ്ഞത്? അബ്ബാസ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് മക്ക ഫതഹിനോടനുബന്ധിച്ചാണ്, വളരെ പിൽക്കാലത്താണ്. അപ്പൊ അബ്ബാസിനോട് പറയുകയാണ്, ആര്? ഉമർ റളിയല്ലാഹു അൻഹു, വല്ലാഹി ല ഇസ്ലാമുക യൗമ അസ്ലംത കാന അഹബ്ബ ഇലയ്യ മിൻ ഇസ്ലാമിൽ ഖത്താബ് ലൗ അസ്ലം. അബ്ബാസിനോട് പറയാണ്, അബ്ബാസ്, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചില്ലേ, ആ ദിവസം എനിക്കുണ്ടായ സന്തോഷം ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിരുന്നു എന്നാണ്. ഖത്താബ് ആരാ? ഖത്താബ് ഉമറിന്റെ വാപ്പയാണ്. അപ്പൊ എന്റെ വാപ്പ ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചാൽ ഉണ്ടാകുന്നതിലേറെ സന്തോഷമാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായത് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായത്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഉമർ പറയാണ്, കാരണം എന്താ? എന്റെ വാപ്പ ഖത്താബ് സ്വീകരിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ കാരണം ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ, ഖത്താബിന്റെ ഇസ്ലാമതാശ്ലേഷത്തെക്കാൾ
വലിയ സന്തോഷമായിരുന്നു താങ്കൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വികാരമാണ് എനിക്കും. എന്റെ വാപ്പ ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉണ്ടായി എന്നാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായത്. അത് നബി കുടുംബത്തോടുള്ള കൂറിനെയും ആ ആദരവിനെയുമാണ് അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു സബബിൻ വനസബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമ ഇല്ലാ സബബി വനസബി. എന്താ ഇതിന്റെ അർത്ഥം? കുല്ലു സബബിൻ വനസബിൻ, എല്ലാ ബന്ധങ്ങളും എല്ലാ കുടുംബങ്ങളും മുൻഖതിഉൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മുറിഞ്ഞു പോകും. ഇല്ലാ സബബി വനസബി, എന്റെ കുടുംബവും എന്റെ ബന്ധവുമല്ലാതെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധങ്ങളും അതേപോലെ തന്നെ കുടുംബങ്ങളും അത് മുറിയുകയില്ല അന്ത്യനാളിലും. ഈ ഹദീസിനെ മുഖവിലക്കെടുത്ത് എന്താ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തത്? ഉമർ റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹുവിനെ വിവാഹം അന്വേഷിക്കുകയും ഉമ്മു കുൽസൂമിനെ അലി റളിയല്ലാഹു തആല അലി ഉമറിന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സിൽസിലത്ത് സഹീഹയിൽ ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എന്തിനാണ് ഉമ്മു കുൽസൂമിനെ ഉമർ കല്യാണം കഴിച്ചത്? ഉമറിന് വയസ്സ് കുറെ ആയിരുന്നു. ഉമ്മു കുൽസൂം താരതമ്യേന വയസ്സ് കുറവാണ്. ഉമ്മു കുൽസൂം ആരാ? അലി ഫാത്തിമ ദമ്പതികളുടെ മകളാണ്. അതായത് ഹസൻ ഹുസൈൻ, ഉമ്മു കുൽസൂം, സൈനബ്, ഈ 4 മക്കളാണ് അവർക്കുള്ളത്, ഫാത്തിമ അലി ദമ്പതികൾക്കുള്ളത്. അതിൽ ഇളയ മകളാണ് ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂമിനെ ഉമർ കല്യാണം കഴിക്കുന്നത് എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ആ വചനം ഓർത്തിട്ടാണ്. അതാണ് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടത്. അപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല എന്നെപ്പോലുള്ളതായ മഹത്തുക്കൾക്ക് നബി കുടുംബത്തോടുള്ളതായ ആ ബന്ധവും അതേപോലെ തന്നെ അവർക്കുണ്ടായിരുന്നതായ ആ കൂറും ആ ബന്ധം നിലനിൽക്കുവാൻ, അത് ഇവിടെ അല്ല ആഖിറത്തിൽ വരെ നിലനിൽക്കാൻ അവർ പ്രയത്നിച്ചത്. യഥാർത്ഥത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ റസൂലുള്ളാഹിനോടുള്ള സബബുൻ നസബും അതിൽ സബബ് അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞതാണ്. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ മകൾ ആയിഷയെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മരുമകൻ എന്ന നിലക്കാണ്. അതേപോലെ ഉമർ റളിയല്ലാഹു തആലയുടെ മകൾ ഹഫ്സയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. മറ്റു 2 ഖലീഫമാരാരാ? ഉസ്മാനും അലിയുമാണ്. ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദുന്നൂറൈനാണ്. എന്താ ദുന്നൂറൈൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പുത്രിമാർ റുഖയ്യയും ഉമ്മു കുൽസൂമും. ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന് കല്യാണം കഴിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫലിദത്ത് കബദ്, കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അവരെ റസൂലുള്ള കല്യാണം കഴിച്ചു കൊടുത്തത് അലിയാരിക്കാണ്. അപ്പൊ 4 ഖലീഫമാരും ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സബബുള്ള റസൂലുള്ളാഹിന്റെ സബബ് നിലനിർത്തിയവരാണ് ഈ നിലക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് അഹ്ലുൽ ബൈത്തിനോടുള്ള അഖീദയുടെ വിഷയത്തിൽ പറഞ്ഞൊരു വചനം വളരെ ശ്രദ്ധേയമാണ്. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ? അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ വയുഹിബ്ബൂൻ, അഥവാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഇഷ്ടപ്പെടുന്നു അഹ്ല ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കുടുംബത്തെ, വയതവല്ലൗനഹും, അവരെ അടുത്ത ബന്ധമുള്ളവരായി ഉറ്റ മിത്രമുള്ളവരായി സ്വീകരിക്കുകയും ചെയ്യുന്നു. വയഹ്ഫദൂന ഫീഹിം, അഹ്ലുസ് സുന്ന നബി കുടുംബത്തിന്റെ വിഷയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്. ഹൈസു ഖാല യൗമ ഗദീറി ഖും എന്ന പറഞ്ഞില്ലേ സെയ്ദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ഗദീർ ഖുമ്മിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ വസിയ്യത്ത് അത് അഹ്ലുസ് സുന്ന കാത്തു സൂക്ഷിക്കുന്നു. എന്താ ആ വസിയ്യത്ത്? ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, നബി കുടുംബത്തിന്റെ വിഷയത്തിൽ
ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഉത്ബോധിപ്പിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ വസിയത്ത് അത് അഹ്ലുസ് സുന്ന സംരക്ഷിക്കുന്നു. ഇതാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. വഖാല അയ്യബൻ ലിൽ അബ്ബാസ് അമ്മിഹി വഖദ് ഇഷ്തക ഇലൈഹി അന്ന ബഅദ ഖുറൈശ് യജ്ഫു ബനി ഹാഷിം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഖുറൈശികളിൽപ്പെട്ട ചിലർ ബനു ഹാഷിം കുടുംബത്തോട് പരുഷമായി പെരുമാറുന്നു എന്നത് അബ്ബാസ് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താ? വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവാണ് സത്യം. ലാ യുഅ്മിനൂൻ ഹത്താ യുഹിബ്ബൂകും ലില്ലാഹി വലി ഖറാബതി. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല, ആളുകൾ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹിബ്ബൂകും ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നത് വരെ. നിങ്ങളെ എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തെ, ബനു ഹാഷിമിനെ. അവർ പറഞ്ഞാൽ അവരല്ലാത്തവർ ഇഷ്ടപ്പെടുന്നത് വരെ. വലി ഖറാബത്തി, നിങ്ങൾ എന്റെ അടുത്ത ബന്ധക്കാരാണ്, എന്റെ അടുപ്പക്കാരാണ് ബനു ഹാഷിം. അപ്പൊ എന്നോടുള്ള അടുപ്പവും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലും ബനു ഹാഷിമിനെ അവർ സ്നേഹിക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല എന്ന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വചനവും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതേപോലെ തന്നെ വഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫ മിൻ ബനി ഇസ്മാഈല കിനാന വസ്തഫ മിൻ കിനാനത ഖുറൈശൻ വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം വസ്തഫാനി മിൻ ബനി ഹാഷിം. ഇത് റസൂലുള്ളാഹി പറഞ്ഞാണ്. ഈ വചനവും അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ അഹ്ലുസ് സുന്ന കാത്തു സംരക്ഷിക്കുന്നു. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, വയതവല്ലൗന അസ്വാജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ അഹ്ലുസ് സുന്ന യതവല്ലൗൻ, എന്താ, അവരെ ആദരിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. വയുമിനൂൻ, അഹ്ലുസ് സുന്ന വിശ്വസിക്കുന്നു ബിഅന്നഹുന്ന അസ്വാജുഹു ഫിൽ ആഖിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആഖിറത്തിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാരായിരിക്കും. ഖുസൂസൻ ഖദീജ റളിയല്ലാഹു അൻഹ ഉമ്മു അക്സരി ഔലാദി, വിശിഷ്യ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അധിക മക്കളുടെയും മാതാവാണ് അവർ. വഅവ്വല മൻ ആമന ബിഹി വഅബദഹു അലാ അംരിഹി, റസൂലുള്ളാഹിൽ ആദ്യമായി വിശ്വസിക്കുകയും റസൂലുള്ളാഹിനെ നബുവത്ത് എത്തിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ പ്രശ്നങ്ങളിൽ സഹായിക്കുകയും ചെയ്തവരാണ് അവർ. വകാന ലഹാ മിൻഹുൽ മൻസിലത്തുൽ ആലിയ, റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം ഖദീജ റളിയല്ലാഹു തആല ഒരു ഉന്നതമായ സ്ഥാനത്തായിരുന്നു. അതേപോലെ സിദ്ദീഖ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വിശിഷ്യ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ആഖിറത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. അല്ലത്തി ഖാല ഫീഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷയുടെ വിഷയത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഫദ്ലു ആയിഷ അല നിസാ കഫദ്ലി സരീദി അലാ സായിരി താബ്. എന്താ റസൂലുള്ളാഹി ആയിഷയെ കുറിച്ച് പറഞ്ഞത്? ഭക്ഷണം വിളമ്പി വെച്ചാൽ അതിൽ സരീദ്, അതൊരു ഉത്തമ ഭക്ഷണ പദാർത്ഥമാണ്, അതിനുള്ള സ്ഥാനമാണ് ആയിഷക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിഷയെ പോലുള്ള ഖദീജയെ പോലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഈ ദുനിയാവിൽ എന്ന പോലെ തന്നെ ആഖിറത്തിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ് എന്നുള്ളത് അഹ്ലുസ് സുന്ന വിശ്വസിക്കുന്നു. എന്നിട്ട് പറയാണ് ശൈഖുൽ ഇസ്ലാം, വയതബറഊൻ മിൻ തരീഖിർ റവാഫിദ്, റാഫിദികളുടെ, ഷിയാക്കളിൽ ഒരു വിഭാഗമാണ് റാഫിദികൾ, അവരുടെ മാർഗത്തിൽ നിന്ന് അഹ്ലുസ് സുന്ന ഒഴിവാണ്. അല്ലദീൻ, ആരാണ് ഈ റാഫിദ? യുബ്ഗിദൂന സഹാബ വയസുബ്ബൂനഹും, അവർ സഹാബികളോട് ദേഷ്യം വെച്ച് പുലർത്തുകയും അവരെ ശകാരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ആ റാഫിദികളുടെ മാർഗം നമുക്കില്ല. അതേപോലെ വതരീഖത്തിൻ നവാസിബ്, നാസിബികളുടെ മാർഗത്തിൽ നിന്നും അഹ്ലുസ് സുന്ന ഒഴിവാണ്. നവാസിബ് എന്ന് പറഞ്ഞാൽ ഖവാരിജ്, അവർ നബി കുടുംബത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. അല്ലദീന യുദൂന അഹ്ലൽ ബൈത്ത് ബിഖൗലിൻ ഔ അമലിൻ, വാക്കാൽ പ്രവൃത്തിയാൽ നബി കുടുംബത്തെ ദ്രോഹിക്കുന്നവരാണ് നവാസിബ്. വാക്കാലും പ്രവൃത്തിയാലും സഹാബികളെ ദ്രോഹിക്കുന്നവരും ഉപദ്രവിക്കുന്നവരുമാണ് റവാഫിദ്. ഈ രണ്ടു കൂട്ടരുടെയും മാർഗം അഹ്ലുസ് സുന്നത്തില്ല എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിലപാടും അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ ഇപ്പറഞ്ഞതാണ്. ഇപ്പോ ഷിയാക്കൾ, റാഫിദികൾ നബി കുടുംബത്തിന്റെ പേരിൽ വിശിഷ്യ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു
അദ്ദേഹം കർബലയിൽ ഷഹീദായതിന്റെ വിഷയത്തിൽ അവരുടെ പ്രകടനങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളും ലോകത്ത് തെളിഞ്ഞു കാണുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. അതായത് ആശൂറ ദിവസം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ 61 കർബല എന്ന് പറയുന്ന കർബുൻ വബല, പരീക്ഷണത്തിന്റെയും പ്രയാസത്തിന്റെയും ഭൂമി, അതാണ് കർബല. അവിടെ വെച്ചാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വളരെ ദാരുണമായി നബി കുടുംബത്തിലെ ധാരാളം മെമ്പർമാരോടൊപ്പം അദ്ദേഹം ഷഹീദായത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ വളർന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ നബി കുടുംബത്തിലെ കുരുന്നുകളടക്കം പാനജലം പോലും നിഷേധിക്കപ്പെട്ട് വളരെ നിഷ്ഠൂരമായി അവർ വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ വിശ്വാസിയും വേദനിക്കുന്നവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്, മരണം വരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹസൻ ഹുസൈൻ കുട്ടികൾ ഓടി വന്നപ്പോൾ അവരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നത്. റസൂലുള്ളാഹി വഫാത്ത് ആകുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബിക്കുള്ള ഒരു മുഅ്ജിസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ ഷഹീദാകും എന്നുള്ള കാര്യം, അദ്ദേഹം വധിക്കപ്പെടുമെന്നുള്ള കാര്യം. ഹുസൈൻ വധിക്കപ്പെടുന്ന മണ്ണ് വരെ ജിബ്രീൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണാണ് ഹുസൈൻ വധിക്കപ്പെടുന്ന മണ്ണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രയാസത്തിലായി. ഏത് മണ്ണാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞത് കർബലയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് കർബുൻ വബല, പ്രയാസത്തിന്റെയും പരീക്ഷണത്തിന്റെയും ഇടം എന്നുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഹുസൈൻ റളിയല്ലാഹു തആല വധിക്കപ്പെടുമെന്ന് അറിഞ്ഞതിൽ പ്രയാസപ്പെടുകയുണ്ടായി. ഏതായാലും ഹിജ്റയുടെ 61 ആശൂറ ദിനം ഇറാഖികൾ കൂഫയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു തആല വിളിച്ചു വരുത്തി അവർ അദ്ദേഹത്തെ ചതിച്ച് അപകടത്തിൽപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഷഹാദത്ത് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. നബി കുടുംബത്തിലെ മെമ്പർമാർ പലരും ഷഹീദായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിലാണ് നബി കുടുംബത്തിൽ സയ്യിദു ശുഹദാ, ശുഹദാക്കളുടെ സയ്യിദായ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു ഷഹീദായത്. വളരെ ദാരുണമായിട്ടാണ് ഹംസത്ത് ഉഹദിന്റെ മാറി ഷഹീദായത്. അതേപോലെ നബി കുടുംബത്തിലെ മെമ്പർ ജാഫർ ബിൻ അബി താലിബ് മൂത്തയിൽ ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്തയിൽ റോമക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ ജാഫർ ഷഹീദായപ്പോൾ മദീനയിൽ കണ്ണീർ വാർത്തിട്ടുണ്ട്. ജാഫർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് ചേലും കോലവും ഒത്ത വ്യക്തിത്വമായിരുന്നു. റസൂലുള്ളാഹിക്ക് ഏറെ അടുപ്പമുള്ള വ്യക്തിത്വമായിരുന്നു ജാഫർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഷഹീദായി. അതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാവുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പിതാവ് അലിയും റളിയല്ലാഹു തആല അൻഹു ജമീ അദ്ദേഹം ഷഹീദായി. അലിയാർക്ക് ശേഷം സഹോദരൻ ഹസനും ഷഹീദായി. അപ്പൊ ആ വഴിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിലൂടെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആദരിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കെണിയിൽപ്പെടുത്തി ചതിച്ചു കൊന്നവർ ആരായാലും അവർ അള്ളാഹുവിൽ നിന്നുള്ള ശാപവും കോപവും അറിയിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസൈൻ റളിയല്ലാഹു തആലയെ ഷഹാദത്തിലൂടെ ആദരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റൈഹാനത്തായി ഹസനും ഹുസൈനും എന്റെ 2 റൈഹാന പുഷ്പങ്ങളാണ്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ യുവാക്കളുടെ സയ്യിദുമാരാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ദുനിയാവിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഷഹാദത്ത് അവർക്കുള്ളൊരു ബഹുമതിയും ആദരവുമാണ്. പക്ഷേ ഈ ഷഹാദത്തിന്റെ പേരിൽ നബി കുടുംബത്തിലെ മെമ്പർമാർ പലരും ഷഹീദായിട്ടുണ്ട്. അവരുടെ ഒന്നും വിഷയത്തിൽ ഇന്ന് ചിലർ കാഴ്ചവെക്കാത്ത പ്രകടനങ്ങളാണ് ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പേരിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ദീനിനെ നിരക്കുന്ന വിഷയങ്ങളല്ല. ഈ മഹത്തുക്കൾ പോലും പറഞ്ഞ വിഷയമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് അലി റളിയല്ലാഹു തആല പറഞ്ഞ ഒരു വചനം വസായിലു ഷിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷിയ എഴുത്തുകാരനായ അൽ ഹുറുൽ ആമിലി പറഞ്ഞത് ഇപ്രകാരമാണ്. അലി എന്താ പറഞ്ഞത്? ലാ തൽബസു അസ്സവാദ്, നിങ്ങൾ കറുപ്പ് ധരിക്കരുത്. ഫഇന്നഹു ലിബാസു ഫിർഔൻ, കാരണം കറുപ്പ് ഫിർഔന്റെ വസ്ത്രമാണ്. കറുപ്പ് നിങ്ങൾ ധരിക്കരുത്, കറുപ്പ് ഫിർഔന്റെ വസ്ത്രമാണ് എന്നാണ് അലി റളിയല്ലാഹു തആല പറഞ്ഞത്. ഷിയ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും.
വസായിലു ഷിയയിൽ അൽ ഹുറുൽ ആമിലി എന്ന് പറയുന്ന ഷിയ നേതാവ് എഴുതിയതാണ്. ഇന്ന് നമ്മൾ ഈ ഹുസൈനിയ ആചരിക്കുന്നവരുടെ നാട്ടിൽ ചെന്ന് നോക്കിയാൽ ആകെ കറുപ്പ വസ്ത്രവും, അതേപോലെ തന്നെ അവരുടെ ഭക്ഷണവും, അതേപോലെ തന്നെ അവരുടെ വേദികളും ഒക്കെ കറുപ്പാൽ മൂടപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഇതേപോലെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ഫത്വ ചോദിച്ചു. കറുത്ത തൊപ്പി ധരിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൽ അലി റളിയല്ലാഹുവിന്റെ മറുപടി, ലാ തുസല്ലി ഫീഹാ ഫഇന്നഹാ ലിബാസു അഹ്ലിന്നാർ. ലാ തുസല്ലി ഫീഹാ, കറുത്ത തൊപ്പി ധരിച്ചിട്ട് നീ നിസ്കരിക്കരുത്. ഫഇന്നഹാ ലിബാസു അഹ്ലിന്നാർ, കാരണം കറുത്ത തൊപ്പി അത് നരകവാസികളുടെ വസ്ത്രമാണ് എന്നാണ് മറുപടിയായിട്ട് പറഞ്ഞത്. അതും വസായിലു ഷിയയിൽ അൽ ഹുറുൽ ആമിലി രേഖപ്പെടുത്തിയ വൃത്താന്താണ്. അപ്പൊ നോക്കി നിങ്ങൾ, അവരുടെ പ്രകടനങ്ങളിൽ ഈ കറുപ്പും അതിനെക്കുറിച്ച് ഇമാംമാരായവർ ഫത്വ നൽകിയത്, അവർ തന്നെ രേഖപ്പെടുത്തിയത്. അൽ കുലൈനി അദ്ദേഹത്തിന്റെ ഉസൂലുൽ അൽ കാഫിയിൽ പറഞ്ഞൊരു വചനം അബു അബ്ദുള്ളയിലേക്ക് ചേർത്തുകൊണ്ട്, അബു അബ്ദുള്ള എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്താ? യക്റഹു സവാദു ഇല്ലാ ഫീ സലാസ്, 3 വിഷയങ്ങളിൽ മാത്രമാണ് കറുപ്പ് പാടുള്ളത്, ബാക്കിയുള്ളതിലൊക്കെ കറുപ്പ് യക്റഹു എന്നാണ്, വെറുക്കപ്പെട്ടതാണ് എന്നാണ്. ഏതാ 3 അൽ ഖുഫു വൽ അമാമത്തു വൽ കിസ, പാദരക്ഷ, ശിരോവസ്ത്രം, അതേപോലെ തന്നെ കിസ എന്നുള്ള മൂടുന്ന പൊത. ഇത് 3 കറുപ്പാകാം, ബാക്കിയുള്ളതിലൊന്നും കറുപ്പ് പാടുള്ളതല്ല. ഇത് ദീനി ഫത്വ വായിക്കല്ല ഞാൻ. പിന്നെയോ ഷിയാ ഗ്രന്ഥങ്ങളിൽ അവർ അംഗീകരിക്കുന്ന അയിമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ നേതാക്കന്മാരെ എഴുതി വെച്ചതാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഹുസൈനിയ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആകെ ഷിയാ ലോകം കറുപ്പിലാണ്. അപ്പൊ അതിന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും തെളിവില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനാണ് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, മരിച്ചതിന്റെ പേരിൽ അട്ടഹസിച്ച് നിലവിളിക്കുക, ആർത്തു വിളിക്കുക, അക്ഷമ പ്രകടിപ്പിച്ച് വിലപിക്കുക, ഇതൊന്നും ഇസ്ലാമിൽ പാടുള്ളതല്ല. എന്താ റസൂൽ പറഞ്ഞത്? ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ, മാറ് പിളർക്കുന്ന, കവിള് പിളർക്കുന്ന, അതേപോലെ മാറത്തടിക്കുന്ന, ജാഹിലിയത്തിലെ വിളിയാളങ്ങൾ വിളിച്ച് കൂവുന്ന ആളുകൾ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ്. മരിച്ചതിന്റെ പേരിൽ അറമുറയിടുന്ന പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ, അന്നഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹ, മരണ വീട്ടിൽ അലമുറയിടുന്ന പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് അവൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ തുഖാമു യൗമൽ ഖിയാമ, അവൾ അന്ത്യനാളിൽ എഴുന്നേൽപ്പിക്കപ്പെടും. വലൈഹ സിർബാലും മിൻ ഖത്റാനിൻ വദിർഉം മിൻ ജറബ്, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും ആ പെണ്ണിന്റെ മേത്ത് കീല് കൊണ്ടുള്ള, താറ് കൊണ്ടുള്ള ഒരു സിർബാൽ ഉണ്ടായിരിക്കും വസ്ത്രം. അതേപോലെ വദിർഉം മിൻ ജറബ്, ചൊറിയുന്ന മേൽക്കുപ്പായ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ വേപത് പൂണ്ട അവൾ ആർത്തട്ടഹിച്ചതുപോലെ അവിടെയും വേപത് പൂണ്ടായിരിക്കും അവളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഈ പ്രകടനങ്ങളും അതേപോലെ തന്നെ ആരവങ്ങളൊന്നും ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പേരിൽ നടത്തുന്നത് അത് ദീനല്ല. അങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അവരും പഠിപ്പിക്കപ്പെട്ടില്ല. പിന്നെ ആർക്കോ വേണ്ടി അവർ പലതും പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവുമാണ് സുരക്ഷിതമായത്, സന്തുലിതമായത് എന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹറം അതിൽ 10 ആശൂറ ദിനം ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ സ്മരിക്കേണ്ട ഒരു ദിനാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത ദിനത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്രായേലിനെയും രക്ഷപ്പെടുത്തുകയും ഫിർഔനെയും അവന്റെ കിങ്കരന്മാരെയും നശിപ്പിക്കുകയും ചെയ്തത്. ആശൂറ ദിവസം അള്ളാഹുവിനുള്ള ശുക്രായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് അനുഷ്ഠിക്കുകയും ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസയോട് യഹൂദരേക്കാൾ കടപ്പെട്ടത് നമ്മളാണ്, അതുകൊണ്ട് ആശൂറയിൽ നോമ്പെടുക്കുക. ജൂത ക്രൈസ്തവരോട് എതിരാകുന്ന വിഷയത്തിൽ, യഹൂദരോട് എതിരാകുന്ന വിഷയത്തിൽ
താസുആയിലും നോമ്പെടുക്കാൻ പറഞ്ഞു. അഥവാ മുഹറം 9 നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ തിരുനബി പറഞ്ഞത്, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പെടുക്കുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു മുമ്പ് വഫാത്തായി. അപ്പൊ ആശൂറയിൽ നോമ്പെടുക്കുക, താസുആയിലും നോമ്പെടുക്കുക. ചില റിപ്പോർട്ടുകളിൽ യഹൂദരോട് നിങ്ങൾ എതിരാവുക, അതിനാൽ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ താസുആയിലോ മുഹറം 9 നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ യഹൂദരോട് എതിരാവുക എന്നുള്ളത് വരും. കൂടുതൽ റിപ്പോർട്ടുകളും 9, 10 നോമ്പെടുക്കുവാൻ എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്നാൽ ആശൂറയുടെ മഹത്വം, ആശൂറ ദിവസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അതിനാൽ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. ചെറുപാപങ്ങൾ അതിനാൽ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. ആശൂറ നോമ്പ് നഷ്ടപ്പെടാതിരിക്കുവാൻ മാസത്തിന്റെ തുടക്കത്തിൽ മാസഖണ്ഡത്തിൽ സംശയമുണ്ട് എങ്കിൽ, അപ്പോഴാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, എങ്കിൽ ആശൂറ 10-നും 11-നും നോമ്പെടുക്കുക. എന്തിന്? ആശൂറ ഉറപ്പായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആശൂറ നോമ്പ് അതിന്റെ മഹത്വം അറിഞ്ഞ്, അതിന്റെ ആ ചരിത്രത്തിലെ സംഭവം ഉള്ളറിഞ്ഞ് നമ്മൾ ആശൂറയിൽ നോമ്പെടുക്കുക. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ താസുആയിലും മുഹറം 9 നോമ്പെടുക്കുക. ഇതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. നബി കുടുംബത്തെ നമ്മൾ ആദരിക്കണം, നബി കുടുംബത്തെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആയിരക്കണം. അള്ളാഹുവിന്റെ റിള അവരിൽ പെയ്തിറങ്ങുവാൻ, നമ്മളിൽ പെയ്തിറങ്ങുവാൻ, ആ നബി കുടുംബത്തോടൊപ്പം അള്ളാഹുവിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമ്മളെല്ലാവരും അഭിലഷിക്കുകയും ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖേകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പുണ്യത്തിന്റെ വേദിയിൽ നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ അവന്റെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നബി കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. പലവിധ മുസീബത്തുകളും ജീവിതത്തിലെത്തിയ ബാധിച്ച പലരും നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കി വന്ന മുസീബത്തുകൾ അവരിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അവരുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അവരെ തൊട്ട് അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫ്വും ആഫിയത്തും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലുമുള്ള മുആഫാത്തും ദായിമയും അവർക്കും നമുക്കുമേക്ക് അള്ളാഹു നമ്മളോടും അവരോട് കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് എല്ലാവർക്കും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ഇഹത്തിലും നാളെ റബ്ബിന്റെ പരത്തിലും അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ പിരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബും ഹിസാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.